ഇതൊന്നുമില്ല. അദ്ദേഹം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം സ്ഥാനാർത്ഥി എന്നുള്ളവർക്ക് അദ്ദേഹം ഇലക്ഷൻ കഴിഞ്ഞ് പിന്നെ സാധാരണ വരുന്നതാണ്. അങ്ങനെ വന്നതാണ്, വേറെ കാര്യമൊന്നുമില്ല. എന്തൊരു നിങ്ങൾ എന്താ പറയുന്നത്? ഇലക്ഷൻ വോട്ട് പെട്ടിയിലല്ലേ, അതിന്റെ ചർച്ച ഘട്ടമാണോ ഇപ്പോൾ? അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. അങ്ങനെ അഭ്യൂഹങ്ങൾ നിങ്ങൾ വെറുതെ ഉണ്ടാക്കിയേ വേണ്ട. അങ്ങനത്തെ ഒരു ചർച്ചയില്ല. അങ്ങനെ നിങ്ങൾ വെറുതെ കഥ ഉണ്ടാക്കുകയാണ്, ഒരു കാര്യമില്ലാതെ കഥ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഇല്ല, നിങ്ങളെ കാര്യമില്ല. നിങ്ങൾ വെറുതെ ഒരു വേസ്റ്റ് നിങ്ങൾ വെറുതെ എന്തിനാ നിൽക്കരുത്? ഇതൊരു ഉത്തരവാദിത്തപ്പെട്ട ഇലക്ഷൻ ജയിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു മുന്നണിയല്ലേ. അത് ആ സമയത്ത് ഞങ്ങൾ നോക്കൂലേ? ഞങ്ങളെന്ത് കുട്ടികളെയാണോ ഇങ്ങനെ ഡെയിലി നിങ്ങൾ ചോദിക്കുമ്പോൾ ഇതിന്റെ കഥ? അതൊരു മോശമാണ്. നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ്ട. ഇതൊരു ഉത്തരവാദിത്തം, രാജ്യം ഭരിക്കുന്ന കാര്യമല്ലേ. രാജ്യം ഭരിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അപ്പോൾ ആലോചിക്കും. അതിനൊക്കെ സംവിധാനമില്ല. ആ സംവിധാനം അനുസരിച്ച് അത് നടക്കും, ഒരു വഴക്കുമില്ല. വെറുതെ ദിവസം വന്ന് ചോദിച്ചാൽ കേൾക്കുന്നവർക്ക് എന്താ തോന്നുന്ന വഴക്കുണ്ടതല്ലേ. നിങ്ങൾ വെറുതെ അതിന് നിൽക്കല്ല, വിട്ടുകളാ മാത്രം, അല്ലാതെ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. അല്ല, അതെന്തായാലും നന്നായി. ഈ പറയുന്ന കുറച്ച് കുത്തിത്തിരിപ്പുമായി ഇറങ്ങിയവര് കുഞ്ഞാപ്പാന്റെ മുമ്പിൽ പോയി പെട്ടതന്നെ നന്നായി. ചോദ്യങ്ങൾ ചോദിച്ചതും നന്നായി എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവർക്ക് ആളറിഞ്ഞിട്ടില്ല. ആളറിഞ്ഞ് കളിക്കട എന്ന് നമ്മൾ പറയാറില്ലേ, അതാണ് സംഭവം. ഇപ്പൊ കുഞ്ഞാപ്പാനോട് ചോദിച്ചപ്പോൾ കുഞ്ഞാപ്പ അത് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട്. അതല്ലെങ്കിലും ഒരു മുന്നണി, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു റിസൾട്ട്, ഒരു മര്യാദയുണ്ട്. അതൊരു മര്യാദയാ. ഇനിയിപ്പോൾ അങ്ങനെ ചർച്ചകൾ ഉണ്ടെങ്കിൽ പോലും ആ ചർച്ചകളെ കുറിച്ചൊന്നും പറയൂല. കാരണം അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാ പറയുള്ളൂ, അല്ലെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട്. അതൊരു മര്യാദയാ. അപ്പോൾ അത് പറയുന്നില്ലെങ്കിൽ പിന്നെ ഒരാൾ ചോദിച്ച് ഈ മലയാളം പറയുന്നത് ഇവർക്ക് മനസ്സിലാവുന്നില്ലേ? എനിക്കതാ മനസ്സിലാവാത്തത്. പച്ച മലയാളത്തിലല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു വട്ടം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയും, പിന്നെ അടുത്ത ആൾ അതിൽ കയറി വീണ്ടും ഒരു മര്യാദ കേട്ടുണ്ടല്ലോ. അപ്പോൾ ഇവർ രാവിലെ മുതൽ പല അജണ്ടകളുമായിട്ടാണ് ഇറങ്ങുന്നത്. ആരുടെയെങ്കിലും വായിൽ നിന്ന് ആരുടെയെങ്കിലും ഒക്കെ പേര് വരുമോ എന്നുള്ളത് നോക്കിയിട്ടാ. മക്കളെ, നിങ്ങൾക്ക് തെറ്റി. അത് കുഞ്ഞാപ്പാൻ്റെ അയാളുടെ ചെരുപ്പിൻ്റെ വാറോളം പോലും എത്താൻ ഈ വിറ്റകൾക്ക് ആവൂല. ഇനി കാരണങ്ങളുണ്ട്. കാരണം കേരള രാഷ്ട്രീയത്തിലെ നല്ല ഒന്നാന്തരം ചാണക്യനായ അയാള് തന്ത്രങ്ങൾ മെനയാനും തന്ത്രങ്ങൾ നടപ്പിലാക്കാനും തന്ത്രങ്ങൾ കൊണ്ടുപിടിക്കാനും ഒക്കെ ശേഷിയുള്ള, വളരെ കൃത്യമായിട്ട് എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാ. അപ്പോൾ ആ വ്യക്തിയോട് പോയിട്ട് ചോദിക്കുമ്പോൾ എന്തിനാ വെറുതെ ഈ മുഖം നോക്കി കരണമടിച്ച് അടി വാങ്ങിയിട്ട് ഇറങ്ങിപ്പോകേണ്ട ഗതികേട് എന്തിനാണ് വെറുതെ? അതല്ലെങ്കിലും ഒരു മാന്യതക്കുറവ് കേരളത്തിലെ മാപ്രകൾ കാണിക്കുന്നുണ്ട്, അല്ലേ? കേരളത്തിലെ ഈ മാധ്യമങ്ങൾ ഒരു മാന്യതക്കുറവ് കാണിക്കുന്നുണ്ട്, ഒരു മര്യാദയില്ലായ്മ തരം കാണിക്കുന്നുണ്ട്. രാവിലെ ആകുമ്പോൾ ഇങ്ങനെ എഴുന്നേൽക്കുക, എന്നിട്ട് ഈ കോലും തൂക്കിയിട്ട് കാണുന്ന UDF നേതാക്കളെയൊക്കെ പോയി കാണുക. എന്നിട്ടോ അവരോട് ചോദിച്ചു, ആരാ മുഖ്യമന്ത്രി? നിങ്ങൾക്കിതിൽ എന്താ റോൾ? നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് വരുമ്പോൾ അറിയും ആരാ മുഖ്യമന്ത്രി. റിസൾട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും അതല്ലേ അതിൻ്റെ രീതി, അതല്ലേ ഒരു പൊളിറ്റിക്കൽ മര്യാദ എന്നൊക്കെ പറയുന്നത്. ഇതിനൊരു ചട്ടക്കൂടുണ്ടല്ലോ. ആ ചട്ടക്കൂടിൽ നിന്നിട്ടല്ലേ. അല്ലാതെ തെരഞ്ഞെടുപ്പ് കഴിയുന്നു, ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക്, അടുത്ത സർക്കാരിലേക്ക് പോകുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ റിസൾട്ട് വന്നു കഴിയുമ്പോഴാണ് ഈ പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നത്. ഇത് അതിന് മുമ്പ് ചാടി വീണിട്ട് എന്താണ് ചോദിക്കേണ്ടത് എന്ന് പോലും അറിയാതെ, അതും ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ തന്നെ ഇവർ ഓരോരുത്തർ പോയി കണ്ടിട്ട് ചോദിച്ചത് തന്നെ 10,000 തവണയായി. അത് പോരാഞ്ഞിട്ട് വീണ്ടും സ്വാഭാവികമായിട്ടും പാണക്കാട് വീട് എന്ന് പറയുന്നത് അതും ചൊവ്വാഴ്ച ദിവസമാണ്. ആ ചൊവ്വാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ പാണക്കാട്ടെ വീട്ടിൽ തങ്ങന്മാരെല്ലാവരും ഉണ്ടാകും, അല്ലേ? ബാക്കിയുള്ള ദിവസങ്ങളിൽ പല പരിപാടികളും പല പ്രോഗ്രാമുകളും ഒക്കെ ആയിരിക്കും. പക്ഷെ ചൊവ്വാഴ്ച ദിവസം തങ്ങന്മാരൊക്കെ പാണക്കാട്ട് വീട്ടിലുണ്ടാവും. സ്വാഭാവികമായിട്ടും ആ ദിവസം വീട്ടിൽ കാണാൻ വരുന്ന പല ആളുകളുണ്ടാവും. അനിൽകുമാർ ഈ പറയുന്ന മലപ്പുറത്ത് വണ്ടൂരിൽ നിന്നുള്ള MLA ആണ്. ആ വണ്ടൂരിൽ തന്നെയാണ് അനിൽകുമാർ വീണ്ടും മത്സരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും UDFന്റെ സീറ്റാണ്.
കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നതെങ്കിലും അവിടുത്തെ മഹാഭൂരിപക്ഷം വോട്ടും UDFൻ്റെതാണ്, കോൺഗ്രസിൻ്റെതാണ്, ലീഗിൻ്റെതാണ്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള രീതിയിൽ ലീഗിൻ്റെ നേതാവിന് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ കാണാൻ വരും. നിങ്ങൾക്ക് എന്താ ഇതിൽ ഇത്ര വലിയ പ്രശ്നം? ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ചർച്ചകൾ അങ്ങോട്ട് നടത്തി എന്ന് തന്നെ കരുത്. എന്താണ് പ്രശ്നം? അത് പറയേണ്ട സമയമാകുമ്പോൾ നിങ്ങൾ ആരും ചോദിക്കാതെ തന്നെ അത് പറയുക തന്നെ ചെയ്യും, അല്ലേ? പറയൂലേ? പറയും. അപ്പോൾ അതിലെന്താ ഇത്ര വലിയ കുരു പൊട്ടാനുള്ളത് എന്താണ്? പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ മുന്നിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു രാഷ്ട്രീയ അനുഭവം ഒന്ന് എടുത്ത് നിങ്ങൾ പരിശോധിക്കണ്ടേ? മറ്റാരുടെ വായിൽ നിന്ന് വീണാലും കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് ചാടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇപ്പം മെനഞ്ഞാന്നല്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് മോശമാണ്, അത് ആ രീതിയിലല്ല, അത് പറയേണ്ട സമയമാകുമ്പോൾ പറയും എന്ന് പറഞ്ഞ് വളരെ കൃത്യമായിട്ട് പറഞ്ഞതല്ല. ഇത് നിങ്ങളാരും കേൾക്കാത്തത് കൊണ്ടൊന്നുമല്ലല്ലോ. എന്നാലും അപ്പം നിങ്ങൾ ഓരോരുത്തരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയില്ല മക്കളെ. കുഞ്ഞാപ്പാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ മാത്രമുള്ള അതിൽ ആ ഒരു ചിന്താഗതിയിൽ തന്നെ ഒരു മ്ലേച്ഛത്തരമില്ലേ? കുഞ്ഞാപ്പാന എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാധാരണഗതിയിലുള്ള ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ ഒരു സാധാരണ ജനപ്രതിനിധിയോ മാത്രമാണോ കുഞ്ഞാപ്പ എന്ന് പറയുന്നത്? അത് ഈ പറയുന്ന കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് ചരടുവളികളും തന്ത്രങ്ങളും മെനയാൻ കഴിവുള്ള വ്യക്തിയല്ലേ, സ്വാധീനങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള വ്യക്തിയല്ലേ? അപ്പോൾ ആ വ്യക്തിയോട് പോയിട്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊരു മര്യാദയും ഒരു പൊളിറ്റിക്കൽ സെൻസും ഒക്കെ വേണ്ടേ? ഒരു സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ നിങ്ങൾക്ക്? ഈ മാധ്യമ പ്രവർത്തനം എന്നുള്ളത് അവിടെ നിന്ന് വിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ മാധ്യമ പ്രവർത്തനം എന്നല്ല, മാധ്യമ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നല്ല. ഇപ്പോൾ ഓൺലി ഇതൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു ജോലി എന്നൊക്കെയുള്ള രീതിയിൽ എങ്ങനെ ഏണിങ്സിനെ വർദ്ധിപ്പിക്കാം, എങ്ങനെ റേറ്റിംഗ് ഉണ്ടാക്കാം, എങ്ങനെ വ്യൂവർഷിപ്പ് ഉണ്ടാക്കാം എന്നുള്ളത് മാത്രമാണ് ചിന്ത. ആ ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ജനങ്ങളെ എന്താണോ, ജനങ്ങൾക്കൊരു ആകാംക്ഷയുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അപ്പോൾ ജനങ്ങൾക്കൊരു ആകാംക്ഷയുണ്ട്, ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ആരാണ് മുഖ്യമന്ത്രി ആവുക എന്നുള്ളത്. അപ്പോൾ അതിപ്പോൾ ജനങ്ങൾക്കറിയാം അത് റിസൾട്ട് വന്നാലേ പുറത്തു വരുള്ളൂ എന്ന്. എന്നാലും ആ ക്യൂരിയോസിറ്റിയെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട് അവിടെ ചർച്ച നടക്കുന്നു, ഇവിടെ ചർച്ച നടക്കുന്നു, അയാൾ ഇങ്ങനെ പറഞ്ഞു, ഇയാൾ അങ്ങനെ പറഞ്ഞു, മറ്റാൾ അങ്ങനെ പറഞ്ഞു. ആ ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കിക്കൊണ്ടേയിരിക്കുക. എന്നാൽ ആരെങ്കിലും ഇന്ന ആളാണ് മുഖ്യമന്ത്രി എന്ന് തീർത്ത് പറഞ്ഞോ? അത് പറഞ്ഞിട്ടില്ല. എന്നാലോ ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിക്കാൻ. ഇപ്പം ഇന്നലെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചാനലിൽ അവർ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇപ്രകാരം: ആരാണ് മുഖ്യമന്ത്രി, ഇന്ന വ്യക്തിയുടെ അഭിപ്രായം ഇങ്ങനെ. അത് കാണുമ്പോൾ അതിലൊന്ന് നെക്കി വെക്കും, എന്താ ഇയാൾ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. വ്യൂവർഷിപ്പായോ? അപ്പം എന്ന് പറഞ്ഞതുപോലെ ഈ ചർച്ചകൾ ഇങ്ങനെ കൊണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ ഈ പറയുന്ന വേശ്യ മാധ്യമങ്ങളുടെ അജണ്ടയാണ്. കാരണം അവർക്ക് മറ്റുള്ള വാർത്തകൾക്ക് ഇത്ര വ്യൂവേഴ്സ് ഉണ്ടാവില്ല, കാഴ്ചക്കാരുണ്ടാവില്ല. ഇതാകുമ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും വലിയ താല്പര്യമുള്ള വിഷയമാണ്, ജനങ്ങൾ അറിയാൻ നിൽക്കുന്ന വിഷയമാണ്. പക്ഷേ ഒരു റിസൾട്ട് വരുന്നതിന് മുമ്പ് ആരാണ് അത് പോയതല്ലേ? സ്വാഭാവികമായിട്ട് ഇപ്പോൾ 100% ഉറപ്പാണ് നമ്മൾ അധികാരത്തിലേക്ക് വരാൻ പോവുകയാണെന്ന്. എന്നാലും ആരെങ്കിലും പറയോ ഇന്നാൾ മുഖ്യമന്ത്രി, ഇന്നാൾ മന്ത്രിമാരെന്ന്? പറയില്ല. അതൊരു പൊളിറ്റിക്കൽ ഒരു കീഴ്വഴക്കുണ്ട്, ഒരു മര്യാദയുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും റിസൾട്ട് വരുന്നത് വരെ ഇത്തരം ചർച്ചകൾ നടന്നാൽ പോലും റിസൾട്ട് വരുന്നത് വരെ പൊതുമധ്യത്തിലേക്ക് പരസ്യമായിട്ട് പറയില്ല. അത് റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇന്നാൾ മുഖ്യമന്ത്രി, ഈ ആളുകളൊക്കെ മന്ത്രിസഭയിൽ എന്നുള്ളത് പുറത്തേക്ക് വരും, അത് പുറത്തേക്ക് പറയും. അതതിൻ്റെ ഒരു രീതിയാണ്. അല്ലാതെ പോയത്തക്കാരെ പോലെ ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടുന്ന ഏർപ്പാടിന് ആരും നിൽക്കൂല. അത് സ്വാഭാവികമായിട്ടും അതിനിപ്പോൾ 100% അല്ല 101% ഉറപ്പുണ്ടെങ്കിൽ പോലും അത് പറയില്ല. എന്നിട്ടും പോരാഞ്ഞിട്ട് കുഞ്ഞാപ്പയെ പോലെ പരിചയസമ്പത്തുള്ള, അനുഭവ സമ്പത്തുള്ള, രാഷ്ട്രീയ അനുഭവമുള്ള ഒരു വ്യക്തിയോട് പോയിട്ട് മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ?
എടോ നിങ്ങൾക്ക് തെറ്റി, അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, നിങ്ങൾക്ക് തെറ്റി. അത് കുഞ്ഞാപ്പയാ. ഒരു മനുഷ്യനെ അങ്ങനെ നിങ്ങൾ ആരെ വേണമെങ്കിലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോ, പക്ഷേ കുഞ്ഞാലിക്കുട്ടി എന്നൊക്കെ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ കേരള രാഷ്ട്രീയത്തിൽ അത്രമാത്രം അനുഭവ സമ്പത്തും ഈ കേരള രാഷ്ട്രീയത്തിനെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയാ. അപ്പം അത്തരം ആളുകളിൽ പെടുന്ന ഒരാളോടൊക്കെ ഇത്തരത്തിൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒരു മാന്യത, അല്ലെങ്കിൽ വഷളാകുന്നത് ചോദിക്കുന്ന ആളുകൾ തന്നെയാണ് എന്നുള്ള ഒരു ബോധ്യം വേണ്ടേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരിച്ചറിവ്. മനസ്സിലായില്ലേ? നമ്മൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവേണ്ട തിരിച്ചറിവുകളാണല്ലോ. അപ്പോൾ അത് നമ്മളിപ്പോൾ ഏത് ജോലിയാണ്, എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിലൊക്കെ ചില തിരിച്ചറിവുകൾ എന്നുള്ളതല്ലേ സ്വാഭാവികമായിട്ടും. അപ്പോൾ പറയാനുള്ളത് പറയേണ്ട സമയമാകുമ്പോൾ നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ പോലും വിളിച്ചു പറയും. പിന്നെ ഈ വ്യൂവർഷിപ്പിന് വേണ്ടി മാത്രം രാവിലെ മുതൽ വൈകുന്നേരം വരെ കേരളത്തിൽ ഉടനീളം നടക്കുക, എന്നിട്ട് UDF നേതാക്കന്മാരെ പോയി കാണുക, എന്നിട്ട് അവരോട് ചോദിക്കുക ആരാ മുഖ്യമന്ത്രി. ഒരു കാര്യം നമുക്ക് ഉറപ്പാ, എന്താണ്? ഈ ചോദിക്കുന്ന ആക്കും നല്ല ഉറപ്പാ, ഭരണം UDF ഇനി എന്നുള്ളത് അവരും ഉറപ്പിച്ചിട്ടുണ്ട്. അതാണല്ലോ ഇപ്പൊ UDF കാണുമ്പോൾ മാത്രം ആരാ മുഖ്യമന്ത്രിയാണ്. ഇപ്പൊ ഏതെങ്കിലും CPM ചോദിച്ചോ ആരാ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാ? ഇല്ലല്ലോ. എന്തുകൊണ്ടാ? ഭരണം ഇല്ലാന്ന് ഇവർക്ക് തന്നെ അറിയാം. ഭരണം UDF അറിയുമ്പോൾ ഇവർ ഉറപ്പിച്ചതാ. അറിയുക മാത്രമല്ല, UDF ആണ് കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന് കേരളത്തിലെ ഈ മാപ്രകൾ പോലും ഉറപ്പിച്ച കാര്യമാണ്. എന്നിട്ട് ഒരു മര്യാദ, അത് സമയം റിസൾട്ട് വരട്ടെ, അത് കഴിയുമ്പോൾ പറയും. ഇത് ഒരുമാതിരി മ്ലേച്ഛപ്പെട്ട അരോചകമായിട്ട് എല്ലാവർക്കും തോന്നുന്ന രീതിയിൽ ഇതെന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ പിന്നെ വ്യൂവർഷിപ്പിന് വേണ്ടിയാണ് വേറെ വല്ലതും ചെയ്തുകൂടെ നിങ്ങൾക്ക്?